ബാലുശ്ശേരി ചിലപ്പോൾ പറയാറുണ്ട്, പേരോട് കുളത്തിൽ കൂടും, ആരും രക്ഷിക്കാനില്ല. അപ്പോ മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ പേരോട് മുശ്രിക്കായി. ഞാൻ ചോദിക്കട്ടെ, കുളത്തിൽ വീണത് ഹനീഫ മൗലവിയാണെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുകയാണ്. മക്കാ മുശ്രിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ ഓർമ്മ വരുന്ന സന്ദർഭം എന്നാണല്ലോ മുജാഹിദുകൾ പറയാറുള്ളത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എന്താ ചിന്തിക്കുകയാണ്, ഇവിടെ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, മലക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, എന്തായാലും മലക്കുകൾ ഉണ്ടാകുമല്ലോ, മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ നിർവചനം അനുസരിച്ച്, പുതിയ നിർവചനം എന്താ? സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് തന്നെയാണിത്. കാരണം ജിന്നിനൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. എത്ര ജിന്നുകൾ നമുക്കറിയാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരം പോലും കൊണ്ടുവരാൻ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് ശ്രദ്ധിച്ചല്ലോ. നേരത്തെ നമ്മൾ വിശദീകരിച്ചു ഇതിന്റെ വസ്തുത. ഇപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മലക്കുകളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ജിന്നുകളെ കുറിച്ച് ഇതിൽ പറഞ്ഞത് എന്താ? സുലൈമാൻ നബിയുടെ സിംഹാസനം, സുലൈമാൻ നബിയുടെ സിംഹാസനമല്ല, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം. സുലൈമാൻ നബിയുടെ സദസ്സിലുള്ള ഇഫ്രീത്തു മിനൽ ജിന്ന്, ജിന്നുവർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ അതിതാ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് കൊണ്ടുവന്നു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സുലൈമാൻ നബിക്ക് പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നൽകിയിട്ടുള്ള ഒരു കഴിവ് മാത്രമായിരുന്നു. സുലൈമാൻ അലൈഹിസ്സലാമക്ക് അല്ലാഹ് നൽകിയ പ്രത്യേക കഴിവാണത്. സൂറത്ത് സ്വാദിൽ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഹബ്ലി മുൽക്കൻ ലാ യംബഇ ലി അഹദിൻ മിൻ ബഅദി, എനിക്കു ശേഷം ആർക്കും നൽകാത്ത മുൽക്ക്, അധികാരം നീ എനിക്ക് നൽകണമേ എന്ന് അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതിൽ ബിൽഡിംഗ് എടുക്കുന്നവരുണ്ടായിരുന്നു, മുങ്ങൽ വിദഗ്ധരുണ്ടായിരുന്നു, വാഹരീന മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് സുലൈമാൻ നബിക്ക് മാത്രം അല്ലാഹ് പ്രത്യേകമായി നൽകിയ കഴിവാണ്. ദുനിയാവിൽ വേറൊരു സൃഷ്ടിക്കും ഒരാൾക്കും ആ കഴിവ് പടച്ച തമ്പുരാൻ നൽകുകയില്ല. മാത്രവുമല്ല, ഈ ജിന്നുകളെ സുലൈമാൻ അലൈഹിസ്സലാമയുടെ കസ്റ്റഡിയിൽ സംരക്ഷിച്ചിരുന്നത് നാം ആയിരുന്നു എന്ന് പോലും ഖുർആനിൽ സൂറത്തു അംബിയായിൽ അല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സുലൈമാൻ നബിക്ക് അല്ലാഹ് പ്രത്യേകമായി നൽകിയ കഴിവായിരുന്നു അത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി മറ്റൊരു മനുഷ്യർക്കും ആ കഴിവ് അല്ലാഹ് നൽകുകയില്ല. അപ്പൊ നോക്ക്, ആരാണിവിടെ തൗഹീദ് കുളത്തിലാക്കിയത്? സാധാരണക്കാരായ മുജാഹിദുകൾ ആലോചിച്ചോളൂ. ഇത്തരത്തിലുള്ള നിർവചനങ്ങൾ, ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ മുജാഹിദുകൾ എന്ന പേരിൽ ഇവർ എഴുതിയതുകൊണ്ട് ഈ ഗതികേടിലേക്ക് വരേണ്ടി വന്നത്. ഇത് വിശദീകരിക്കാൻ